നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 178 178. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 178. ദ്വിതീയ സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. വേദാഹം അംഗപരമസ്യ ഹി യോഗമായാം യൂയം ഭവശ്ച ഭഗവാൻ അധ ദൈത്യവൈര്യ പത്നി മനോ സച മനുശ്ച തദാത്മജാച്ച പ്രാചീന ബർഹിർരിഭുരംഗ ഉദധ്രുവശ്ച. വേദാഹമംഗപരമസ്യ ഹി യോഗമായാം യൂയം ഭവശ്ച ഭഗവാൻ അധ ദൈത്യവൈര്യ പത്നി മനോ സഹ മനുശ്ച തദാത്മജാശ്ച പ്രാചീന ബർഹിർ ഋഭുരംഗ ഉദധ്രുവശ്ച. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ഹേ പൂജ്യ, പരമൻ്റെ ശക്തിയെ ഞാനും നിങ്ങളും ജ്ഞാനനിധിയായ ശിവനും പ്രഹ്ലാദനും മനുവിൻ്റെ ഭാര്യയും ആ മനുവും അവരുടെ പുത്രന്മാരും പ്രാചീന ബർഹിസും ഋഭുവും ധ്രുവനും അറിയുന്നു. അതായത് ഏതാനും ചില ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ശ്രീഹരിയുടെ വിഭൂതികളെ അറിയും. എല്ലാവരും അറിയില്ല. ഏതാനും കുറച്ച് ആൾക്കാർ. അവരാരാ എന്നാണ് പറഞ്ഞത്. പറയണോ? ഹേ നാരദ, ഈ പരമപുരുഷൻ്റെ യോഗമായയെ ഞാൻ അറിയുന്നു. സനകാദികളായി നിങ്ങളും അറിയുന്നുണ്ട്. ജ്ഞാനസ്വരൂപനായ പരമശിവൻ, പ്രഹ്ലാദൻ, സ്വയംഭൂമനു, ആ മനുവിൻ്റെ ഭാര്യയായ ശതരൂപ, അവർ രണ്ടുപേരുടെ പുത്രന്മാരായ പ്രിയവ്രതൻ, ഉത്താനപാദൻ മുതലായവർ, പ്രാചീന ബർഹിസ്, ഋഭു എന്നു പേരായ മുനി, വേനൻ്റെ പിതാവായ അംഗരാജാവ്, ധ്രുവൻ എന്നിവരും അറിയുന്നുണ്ട്. ഭഗവത് കാരുണ്യത്താൽ അറിയുന്നുവെന്ന് സാരം. അതും അവരുടെ ഇൻ്റലിജൻസ് കൊണ്ടല്ല, ഭഗവത് കാരുണ്യം കൊണ്ടാണ് അറിയണത്. ഒരാൾ ബ്രഹ്മശ്രീ ആയതുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞോളണമെന്നില്ല. ഭഗവത് കാരുണ്യം കൊണ്ട് അറിയാം. അതിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇനി 44-ാമത്തെ ശ്ലോകം. ഇക്ഷ്വാകുരൈളമുചുകുന്ദ വിദേഹഗാധി രഘു അംബരീഷസകരാഗയ നാഹുഷാദ്യാം നാഹുഷാദ്യാ മാന്ധാത അളർക്ക ശതധന്യനുരന്തി ദേവാ ദേവവ്രതോ ബലിരമൂർത്തരയോ ദിലീപാം. അപ്പോൾ ആ ശ്ലോകത്തിൽ 43-ാം ശ്ലോകത്തിൽ പറഞ്ഞ ആൾക്കാർ കൂടാണ്ട് ഈ 44-ാമത്തെ ശ്ലോകത്തിലും 45-ാമത്തെ ശ്ലോകത്തിലും കുറച്ച് പേര് പറയാറുണ്ട്. അവരും കൂടി അറിയും. ഇക്ഷ്വാകു ഐള മുചുകുന്ദ വിദേഹഗാധി രഘു അംബരീഷസകരാഗയനാഹുഷാദ്യാ മാന്താന്ത് അളർക്ക ശതധന്യനുരന്തി ദേവാ ദേവവ്രതോ ബലിരമൂർത്തരയോ ദിലീപാം. ഇക്ഷ്വാഹു പൂരൂരവസ്, മുചുകുന്ദൻ, വിദേഹൻ, ഗാധി, രഘു, അംബരീഷൻ, സകരൻ, ഗയൻ, നകുഷപുത്രനായ യയാതി മുതലായവർ, മാന്ധാന്താവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മർ, മഹാബലി, അമൂർത്തയൻ, ദിലീപൻ ഇവരും അറിയുന്നുണ്ട്. ഭീഷ്മരറിയും, അത് ശ്രദ്ധിക്കണം. ഇനി 45. സൗഭര്യു ഉദംഗ ശിബിദേവലപിപ്പലാദ
സാരസ്വതോ ഉദ്ധവ പരാശരഭൂരിഷേണാം യേ അന്യേ വിഭീഷണ ഹനുമതുപേന്ദ്രദത്ത പാർത്ഥ അഷ്ടിഷേണ വിദുര ശ്രുതദേവവര്യ. ഈ പറഞ്ഞ ആൾക്കാരും പറയണു സൗഭര്യു ഉദംഗ ശിബി ദേവലപിപ്പലാദ സാരസ്വതോ ഉദ്ധവ പരാശരഭൂരിഷേണ യേ അന്യേ വിഭീഷണ ഹനുമതുപതേന്ദ്രദത്ത പാർത്ഥ അഷ്ടിഷേണ വിദുര ശ്രുതദേവവര്യ. ഇവരും അറിയും. ആർക്കത്? ഉപേന്ദ്രദത്തൻ, അതായത് ഷുഗർ എന്നർത്ഥം. ഉപേന്ദ്രനാൽ വിഷ്ണുവിനാൽ ദത്തൻ, വിഷ്ണുദത്തൻ പരീക്ഷിത്ത് മഹാരാജാവ് എന്നുമാവാം. പഞ്ചമസ്കന്ധം 9ാമത്തെ അധ്യായ പഞ്ചമസ്കന്ധത്തിലെ 9ാം അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ആരേനൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത്? സൗഭരി, ഉദങ്കൻ, ശിബി, ദേവലൻ, പിപ്പലാദൻ, ദദീജി, ഉദ്ധവര്, പരാശരർ, ഭൂരിഷേണൻ, മറ്റ് ശ്രേഷ്ഠന്മാരായ വിഭീഷണൻ, ഹനുമാൻ, ശുഗർ, പാർത്ഥന്മാർ 5 പേരും, അതായത് ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, നകുലസഹദേവൻ അവരറിയും. ആർഷ്ടിഷേണൻ, വിദുരർ, ശ്രുതദേവൻ മുതലായ ശ്രേഷ്ഠന്മാർ ഇവരും അറിയുന്നു പറഞ്ഞു. തേവൈ വിദന്ത്യതിതരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാ അഭിപാപജീവാ യദ്യത്ഭുതക്രമപരായണശീലശിക്ഷാത് തിര്യഗ്ജനാ അഭികിമുശ്രുതധാരണായേ. തേ വൈ വിദന്ത്യതിതരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാ അഭിപാപജീവാ യദ്യത്ഭുതക്രമപരായണശീലശിക്ഷാത് തിര്യഗ്ജനാ അഭികിമുശ്രുതധാരണായേ. സ്ത്രീകൾ, ശൂദ്രർ, ഹൂണന്മാർ, കിരാതന്മാർ പാപികളാണെങ്കിലും അത്ഭുതക്രമപരായണശീല ആണെങ്കിലും അത്ഭുതമായിട്ട് പാദവിന്യാസം ചെയ്തവൻ്റെ പേരിൽ ഭക്തിയുള്ളവരുടെ നിലയിൽ ജീവിപ്പാൻ ശീലിച്ചവരായി വന്നുവെങ്കിൽ പക്ഷിമൃഗാദികൾ കൂടെ അവരും അവനെ അറിയുന്നു. ഈശ്വരമായയെ അതിക്രമിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രങ്ങളെ അഭ്യസിച്ചവർ യാതൊരുത്തരോ അവർ പറയണമോ? ശാസ്ത്രങ്ങളെ മനസ്സിലാക്കിയവർ പറയും. ഭാരാഗ്രശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ. ആ പ്രമാണം അറിഞ്ഞ് ഞാൻ അഹം ബ്രഹ്മാസ്മിയാണ് എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുമോ? രക്ഷപ്പെടാം. അപ്പോൾ പാപികളായ സ്ത്രീകൾ, ശൂദ്രർ, ഹൂണന്മാർ, വേടന്മാർ ഇവരായിരുന്നാൽ കൂടെയും സമ്പാദി, ജടായു മുതലായ തിര്യജന്തുക്കൾ കൂടെയും അത്ഭുതമായ വിധത്തിൽ പാദപ്രക്ഷേപണം ചെയ്ത ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ സമ്പ്രദായത്തെ അഭ്യസിച്ചവരാണെങ്കിൽ ഭഗവത് സ്വരൂപത്തെ അറിയുകയും ദേവമായയെ കടന്നു പോവുകയും ചെയ്യുന്നു. അറിവില്ലാത്തവർ ഈ വിധമിരിക്കെ ശാസ്ത്രാഭ്യാസാദികളുള്ളവരും ഭഗവാനെ ധ്യാനിക്കുന്നു എങ്കിൽ ഈശ്വര സ്വരൂപത്തെ അറിയുകയും മായയെ കടന്നു പോവുകയും ചെയ്യുന്നുവെന്ന് പറയണമോ? അവർക്ക് അറിയാം. വളരെ ഇൻട്രിക്കേറ്റായിട്ടുള്ള സംവാദങ്ങളാണ് നടക്കുന്നത്. ഇനി 47 48 ശ്ലോകങ്ങളൊപ്പം പോവും. എങ്ങനെയത്? ശശ്വൽ പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസദ പരമാത്മതത്വം ശബ്ദോ നയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥോ മായാപരൈത്യഭിമുഖേ ച വിലജ്ജമാന തദ്വൈപദം ഭഗവതഃ പരമസ്യ പുംസോ ബ്രഹ്മേതി യത് വിദുരജസ്രസുഖം വിശോകം സദ്രഗ്നിയമ്യയതയോ യമകർത്തഹേദിം ജഹ്യുസ്വരാടിവ നിപാനഗണിത്രമിന്ദ്രാം ശശ്വൽ പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസദ പരമാത്മതത്വം
ശബ്ദോ നയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥോ മായാപരൈത്യഭിമുഖേ ച വിലജ്ജമാനാം തദ്ദൈപദം ഭഗവതഃ പരമസ്യ പുംസോ ബ്രഹ്മേതി യത് വിദുരജസ്രസുഖം വിശോകം സദൃങ് നിയമ്യ യദയോ യമകർത്തഹേതിം ജഹ്യുസ്വരാടിവ നിബാനഗനിന്ദ്രമിന്ദ്രാം. എപ്പോഴും പ്രകർഷേണ ശമഗുണത്തോടു കൂടിയത്, ഭയമില്ലാത്തത്, ജ്ഞാനം മാത്രമായിരിക്കുന്നത്, കളങ്കമില്ലാത്തത്, എങ്ങും ഒരേ വിധത്തിലിരിക്കുന്നത്, കാര്യകാരണങ്ങളായി കടന്നിരിക്കുന്നത്, പരമാർത്ഥ ജീവസ്വരൂപം, ആനന്ദമായിരിക്കുന്നവനും ശോകമറ്റതും അനേക കാരകങ്ങളോട് കൂടിയതും ധാതുക്കളുടെ അർത്ഥത്തോടു കൂടിയതുമായ വാക്കും യാതൊന്നിൻ്റെ നേർക്ക് വ്യാപരിക്കുന്നില്ല. ഏത് ഭഗവാന്റെ നേരെ വ്യാപരിക്കുന്നില്ല. നേർമുഖത്തിൽ ലജ്ജിക്കുന്ന മായ ദൂരെ നിൽക്കുന്നു. മുനികൾ യാതൊരുവനെക്കുറിച്ച് മനസ്സിനെ സ്ഥിരപ്പെടുത്തിയിട്ട് ഭഗവാനായ പരമപുരുഷൻ്റെ ബ്രഹ്മമെന്ന് പറയപ്പെടുന്ന യാതൊരു സ്ഥാനമോ നമ്മുടെ ഉള്ളിലുള്ളത് പരമമായിട്ടുള്ള ഇതാണ്, അതിനെ അറിയുന്നു. അതായത് പരമപുരുഷനെ അറിയുന്നു. സ്വർഗലോകനാഥനായ ഇന്ദ്രൻ നിലം കുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ അകർമ്മോപകരണത്തെ ഉപേക്ഷിക്കും. അകർമ്മോപകരണം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാത്തത്, അല്ലെങ്കിൽ അകർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ഉപകരണത്തെ ഉപേക്ഷിക്കുന്നത് എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് കടുകട്ടിയാണ് സബ്ജക്റ്റ്. ഈശ്വരാനുകൂല്യം, ഈശ്വരൻ്റെ കൃപയ്ക്ക് അർഹരായാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും പ്രശാന്തവും ഭയമറ്റതും ജ്ഞാനസ്വരൂപവും ശുദ്ധവും എപ്പോഴും ഒരേ വിധത്തിലിരിക്കുന്നതും ചേതനങ്ങൾ അചേതനങ്ങൾ എന്ന് പറയപ്പെടുന്നവയിൽ നിന്ന് വിലക്ഷണവും ആത്മതത്വസ്വരൂപവും എപ്പോഴും ആനന്ദമായിരിക്കുന്നതും ശോകമറ്റതുമായ ഏതൊരു ബ്രഹ്മത്തെ മുനിമാരറിയുന്നുവോ ആ ബ്രഹ്മം ഭഗവാനായ പരമപുരുഷൻ്റെ സ്വരൂപം തന്നെ. ആ ബ്രഹ്മത്തെ കർത്താവ്, കർമ്മം, കാരണം എന്നിങ്ങനെയുള്ള കാരകങ്ങളോടുകൂടിയതും ധാത്വർത്ഥങ്ങളെ മുഖ്യമായി ധരിച്ചിട്ടുള്ളതുമായ വേദവും ശരിയായി വർണ്ണിപ്പാൻ ശക്തിയുള്ളതല്ല. ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ മുമ്പിൽ മായയും ലജ്ജ നിമിത്തം പ്രവേശിക്കാതെ ബഹുദൂരത്തിലിരിക്കുന്നു. ഉത്സാഹികളായ മഹാന്മാർ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ നിലനിർത്തിയ ശേഷം ഭേദഭാവന നിമിത്തമുള്ള കർമ്മങ്ങൾ നടത്താൻ ഉപയോഗമുള്ള സാധനങ്ങളെ സ്വർഗലോകാധിപതിയായ ഇന്ദ്രൻ കിണറ് കുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ വിട്ടുകളയുന്നു. ഈ കിണറ് കുഴിച്ച ആയുധത്തെ സൂക്ഷിച്ചു വയ്ക്കാറില്ല. പ്രതിപക്ഷയോ കിണറ് കുഴിക്കാനുള്ള ആയുധം വർഷാധിപതിയായ ഇന്ദ്രന് ആവശ്യമില്ലാത്തതുപോലെ, കാരണം ഇന്ദ്രൻ മഴ പെയ്യിക്കുന്ന ആളാണല്ലോ ആ കഥ പറയുമ്പോൾ. അപ്പോൾ കിണറ് കുഴിക്കേണ്ട ആയുധം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സാക്ഷാത്കരിച്ച യോഗികൾക്ക് ഭേദബുദ്ധി നശിച്ചതിനാൽ കർമ്മം നടത്താനുള്ള സാധനം കൊണ്ടും ഇനിമേൽ പ്രയോജനമില്ലാത്തതിനാൽ കർമ്മം നടത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മോക്ഷം കിട്ടിയാൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് ആയുധം ആവശ്യമില്ല, അത് വലിച്ചെറിയാം. അതേപോലെ വിട്ടുകളയുന്നുവെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി 49-ാമത്തെ ശ്ലോകം. സശ്രേയസാമവിവിധുർഭഗവാൻ യദോസ്യ ഭാവസ്യ ഭാവവിഹിതസ്യ സദപ്രസിദ്ധി.
ദേഹേ സ്വധാതുവിഗമേ അനുവിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീരതേജ. വിശീരതേ അജ, ജനിക്കാത്തവണ്ണെന്നുള്ള അർത്ഥത്തിൽ വരും. സശ്രേയസാമപി വിഭുർഭഗവാൻ യദോസ്യ ഭാവസ്യ ഭാവവിഹിതസ്യ സദപ്രസിദ്ധി. ദേഹേ സ്വധാതുവിഗമേ അനുവിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീരതേജ. മഹതാദികളുടെ പരിണാമത്തിൻ്റെയും പരിണാമത്താൽ നിർമ്മിക്കപ്പെട്ടതായ സ്ഥൂലരൂപമായ ഇതിൻ്റെയും അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെയും എന്ന് പറഞ്ഞാൽ വ്യഷ്ടിദേഹത്തിൻ്റെയും സമഷ്ടി ലോകത്തിൻ്റെയും ഉൽപ്പത്തി യാതൊരുവനിൽ നിന്നാകുന്നുവോ, 4 വിധ പുരുഷാർത്ഥങ്ങളുടെ ദാനസമർത്ഥനായ, പുരുഷാർത്ഥങ്ങളെ ദാനം ചെയ്യാൻ സമർത്ഥനായ ഭഗവാൻ തന്നെ അവൻ. ശരീരം അതിലെ ധാതുക്കൾ വിലയിക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന അതിൽ ജനനമില്ലാത്തവനായ ജീവാത്മാവിന് ജനനമില്ല, ശരീരമാണ് ജനിക്കുന്നത്. ആകാശമെന്ന പോലെ ഉടഞ്ഞു പോകുന്നില്ല. ശരീരം ഉടഞ്ഞു പോകണു വിചാരിച്ചിട്ട് ജീവൻ ഉടഞ്ഞു പോകണില്ല. ഇതാണ് ബ്രഹ്മം എന്നും അനശ്വരമാണ്, ശരീരം നശ്വരമാണ്. അതിൻ്റെ ഭാവാർത്ഥം, മഹത്തത്വാദികളും അവയുടെ പരിണാമം കൊണ്ടുണ്ടായ ഈ പ്രത്യക്ഷ പ്രപഞ്ചവും യാതൊരുവനിൽ നിന്നുണ്ടായിരിക്കുന്നുവോ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ശ്രേയസ്സുകളെ ഭക്തന്മാർക്ക് കൊടുക്കുവാൻ ശക്തൻ ആ ഭഗവാൻ തന്നെയാകുന്നു. ഏത് ഭഗവാൻ? വ്യഷ്ടിസ്വരൂപനായിരിക്കുന്ന ഭഗവാനും ബ്രഹ്മസ്വരൂപമായിട്ട് കൂടസ്ഥനായും അന്തര്യാമിയായും ഇരിക്കുന്ന ബ്രഹ്മചൈതന്യം ഒന്നെന്നെയാണ് എന്ന് പറഞ്ഞു. കർമ്മകർത്താവ് ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകുന്നതിനാൽ ധർമാദികളുടെ ഫലമായ സ്വർഗാദി ഭോഗങ്ങളെ അനുഭവിക്കുവാൻ പിന്നെ ആരാണുള്ളതെന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ദേഹത്തിലെ ധാതുക്കൾ അവയുടെ കാരണദ്രവ്യങ്ങളാൽ ലയിക്കുമ്പോൾ അതിനെ അനുസരിച്ച് നശിക്കുന്ന ശരീരത്തിൽ വസിച്ചിരുന്ന ജീവാത്മാവ് നശിക്കുന്നില്ല. ശരീരം നശിക്കും, ജീവാത്മാവ് നശിക്കുന്നില്ല. ആ ജീവാത്മാവാണ് ആദിവാഹിക ശരീരത്തോട് ചേർന്ന് സ്വർഗാദി ഭോഗങ്ങളെ അനുഭവിക്കുന്നത്. ജനനവും മരണവും ദേഹധർമ്മം. ജീവാത്മാവ് വാസ്തവൽ ജനനാദി വികാരങ്ങളൊന്നുമില്ലാത്ത ഭഗവാൻ തന്നെയാകുന്നു. ജീവാത്മാവ് ഭഗവാൻ തന്നെയാകുന്നു. പ്രത്യേകം മനസ്സിലാക്കണം. വീട് ദഹിക്കുമ്പോൾ വീട് നിന്നിരിക്കുന്ന ആകാശം ദഹിക്കാത്തതുപോലെ ദേഹം നശിക്കുമ്പോൾ ജീവൻ നശിക്കുന്നില്ല. ഒരു ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ ആചാര്യന് കുറച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. വെറുതെ കല്ല് വേണോ നീലക്കല്ല് വേണോ എന്ന് പാടിയതുകൊണ്ടായില്ല. ഇത് പൊതുജനങ്ങളിൽ എത്തിക്കാൻ പ്രാപ്തി ഉണ്ടാവണം. അതിനുള്ള സമയം കണ്ടെത്തണം. മനസ്സിലായില്ലേ? 50ാമത്തെ ശ്ലോകം. സ അയം തേ അഭിഹിതസ്താത ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരേർന അന്യദന്യസ്മാൽ സദസച്ചയത്. സ അയം തേ അഭിഹിതസ്താത ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരേർനാന്യദന്യസ്മാൽ സദസച്ചയത്. വത്സ, ജഗത്തിൻ്റെ കാരണഭൂതനായ ഈ ഭഗവാൻ, അവിടെ ദൂരത്തിനെ കാണിക്കണോ, ഈ അടുപ്പത്തെ കാണിക്കണോ? സംഗ്രഹമായിട്ട് നിന്നോട് പറയപ്പെട്ടു, കാര്യകാരണമായ യാതൊന്നുണ്ടോ കാര്യത്തിൽ നിന്ന് അന്യനായിരിക്കുന്ന ഹരിയിൽ നിന്ന് അന്യമായിട്ടില്ല. ഹരിയിൽ നിന്ന് അന്യമായിട്ടല്ല, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഹേ നാരദ,
പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലായതിന് കാരണമായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് ചുരുക്കമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. ചുരുക്കമായിട്ട് കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ശ്രീഹരിയെ കൂടാതെ ഒന്നും തന്നെയില്ല. ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെയെല്ലാം. കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ലെന്ന് സർവസമ്മതമായ സിദ്ധാന്തമാകുന്നു. കാര്യവും കാരണവും ഒന്നുതന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എല്ലാം. ഇതം ഭാഗവതം നാമ യന്മേ ഭാഗവതോദിതം സംഗ്രാഹോ അയം വിഭൂതീനാം ത്വമേതം ബഹുലീ ഗുരു. ഇതം ഭാഗവതം നാമ യന്മേ ഭാഗവതോദിതം സംഗ്രഹോ അയം വിഭൂതീനാം ത്വം ഏതം വിപുലീ ഗുരു. ഭഗവാനാൽ എന്നോട് പറയപ്പെട്ട യാതൊരിത് ഭാഗവതം എന്നു പേരുള്ളതാകുന്നു. ഭഗവാന്റെ ഐശ്വര്യങ്ങളുടെ ചുരുക്കമാണിത്. നീ ഇതിനെ വലുതാക്കിയാലും. നാരദര് ആരോടാ പറഞ്ഞത്? വേദവ്യാസരോട്. അപ്പോൾ എല്ലാവർക്കും കിട്ടണത് ചതുശ്ലോകി ഭാഗവതമാണ്. ആ ചതുശ്ലോകി ഭാഗവതത്തിനെയാണ് പിന്നെ വ്യാസരത് വലുതാക്കണത്. മനസ്സിലായോ? അപ്പോൾ ഭഗവാനാൽ എന്നോട് പറയപ്പെട്ട യാതൊരു ഇത് ഭാഗവതം എന്ന് പേരുള്ളതാകുന്നു. ഭഗവാന്റെ ഐശ്വര്യങ്ങളുടെ ചുരുക്കമാണിത്. നീ ഇതിനെ വലുതാക്കിയാലും. വ്യാസരോട് പറയാം. ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമായ ഇതിനെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇതിനെ ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു. അന്യർക്ക് മനസ്സിലാവാൻ തക്ക വിധം നീ ഇതിനെ വിസ്തരിച്ചു പറയണം. ഇതിനെ ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചു. ബ്രഹ്മാവിനാവാം. ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? നാരദർ വേദവ്യാസർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറയുന്നു, യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാര ഇതി സങ്കല്പ്യവർണ്ണയാ. സങ്കല്പിച്ചു പറഞ്ഞു എന്നാ. സങ്കല്പമാണ്, തീവ്രമായിട്ടുള്ള സങ്കല്പ. യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മൻ അഖിലാധാര സർവാത്മൻ അഖിലാധാരാം സർവാത്മനി അഖിലാധാര സർവാത്മനി അഖിലാധാര ഇതി സങ്കല്പവർണ്ണയാം. സകലത്തിലും ആത്മാവായും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായും എല്ലാറ്റിനും അധിഷ്ഠാനമായും ഇരിക്കുന്ന ഭഗവാനായ ഹരിയിൽ ജനങ്ങൾക്ക് പരമപ്രേമം ഏത് വിധമായാൽ ഉണ്ടാകുമോ ആ വിധം വരണം എന്ന് സങ്കല്പിച്ചിട്ട് വർണ്ണിച്ചാലും. സർവസ്വരൂപനും എല്ലാറ്റിനും ആധാരമായിരിക്കുന്നവനും ഭഗവാനുമായ ശ്രീഹരിയിൽ മനുഷ്യർക്ക് ഏത് വിധമായാൽ ഭക്തി ജനിക്കുമോ ആ വിധത്തിൽ നീ ഇതിനെ സങ്കല്പിച്ചെഴുതണമെന്ന. ആ വിധത്തിൽ വരണം എന്ന സങ്കല്പത്തോടുകൂടെ വർണ്ണിക്കണം എന്നാണ് പറഞ്ഞു മനസ്സിലാക്കിയത്. നൃജന്മനി നദുഷ്യേത കിം കായമനുനശ്വരേ. കായം ശരീരം നശ്വരാണ്. കൃഷ്ണേ യദ് അപവർഗേഷാം യദ്യപവർഗേഷേ ഭക്തി സ്യാദനപായനി. അതായത് ഭഗവാൻ ന തുഷ്യേതി യതി. അപ്പോൾ പറഞ്ഞു, നൃജന്മനി ന തുഷ്യേത കിം കായം അനുനശ്വരേ കൃഷ്ണേ യദ് അഭിവർഗേഷേ അപവർഗേഷേ യദ് അപവർഗേഷേ ഭക്തി സ്യാദനപായനി.
മനുഷ്യർക്ക് ഭഗവദനുഗ്രഹത്താൽ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 വിധ പുരുഷാർത്ഥങ്ങൾക്ക് ഏത് വിധം വർണ്ണിച്ചാലുണ്ടാകുമോ ആ വിധം വർണ്ണിക്കുക എന്ന് പറയാതെ ഭക്തി എന്നുള്ളത് വേറെ ആണ്. ഉണ്ടാവാൻ തക്ക വിധം വർണ്ണിക്കണമെന്ന് നാരദനോട് പറഞ്ഞതിൻ്റെ സാരത്തെ ബ്രഹ്മാവ് തന്നെ സ്പഷ്ടമാക്കുന്നു. മനുഷ്യജന്മത്തിൽ ചെയ്യുന്ന കർമ്മകലാപത്താൽ ഭഗവാൻ സന്തോഷിക്കയില്ല എങ്കിൽ ശരീരാവസാനത്തോടുകൂടെ നശിക്കുന്ന ധർമാർത്ഥ കാമങ്ങൾ കൊണ്ട് എന്ത് ബലം? ധർമ്മം, അർത്ഥം, കാമം കൊണ്ട് എന്ത് ബലം? സി വാട്ട് ഈസ് പോസിബിൾ, വാട്ട് ഈസ് ഇമ്പോസിബിൾ? ആ ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുകയാണ്. ഇമ്പോസിബിൾ എന്താ? മോക്ഷം. അപ്പോൾ പിന്നെ ധർമാർത്ഥ കാമം കൊണ്ടാണ് എന്താ കാര്യം? അപ്പോൾ ധർമാർത്ഥ കാമം മോക്ഷം ഉണ്ടായാൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് പറയുന്നു, സന്തോഷിക്കില്ലെങ്കിൽ ശരീരാവസാനത്തോടുകൂടെ നശിക്കുന്ന ധർമാർത്ഥ കാമങ്ങൾ കൊണ്ട് എന്ത് ഫലം? ധർമാർത്ഥ കാമങ്ങൾ എന്ന 3 വിധ പുരുഷാർത്ഥങ്ങളും നശിക്കുന്നവയാണ്. ശരീരവും നശിക്കുന്നത് തന്നെ. മുക്തിയെ സമ്പാദിപ്പാൻ സമർത്ഥമായ മനുഷ്യജന്മം സിദ്ധിച്ചാൽ മുക്തിപ്രദനായ ശ്രീകൃഷ്ണനിൽ നാശരഹിതമായ ഭക്തി, പരമപ്രേമം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമപ്രേമം. അത് അറിയാണ്ട് പോയി നമുക്ക്. ഭക്തി എന്ന് പറഞ്ഞാൽ പരമപ്രേമം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ. പ്രസന്നനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭക്തന് ഭക്തിക്ക് പകരം കൊടുക്കുന്നതാണ് മുക്തി നൽകും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഭഗവാന്റെ പേരിൽ ഭക്തി ഉണ്ടാവാൻ തക്ക വിധം വർണ്ണിക്കണം എന്ന് ഉപദേശിച്ചത് എന്ന് പറഞ്ഞു. ഇനി 54 55 കൊണ്ട് ഈ എന്താണെന്ന് പറയുക 7-ാം അധ്യായം കഴിയും. അവിടെ നിർത്താം നമുക്ക് കേട്ടോ. അപ്പോഴല്ല, 54 55 പറഞ്ഞതിൻ്റെ ശേഷം 54. കിം സ്യാദ് വർണ്ണാശ്രമാചാരേ, കിം സ്യാദ് വർണ്ണാശ്രമാചാരേ, കിം ദാനേ കിം തപശ്രുതേഹി സർവ അഖഗ്നോത്തമശ്ലോകേ ന ചയിത് ന ചയിത് ന ചയിത് ഭക്തിർ അധോക്ഷജേ ഭക്തിർ അധോക്ഷജേ. കിം സ്യാദ് വർണ്ണാശ്രമാചാരേ, കിം ദാനേ കിം തപശ്രുതേഹി സർവ അഖഗ്നോത്തമശ്ലോകേ സർവ അഖഗ്നോ ഉത്തമശ്ലോകേ ന ചയിത് ഭക്തിരധോക്ഷജേ. ന ചെയ്ത് തന്നെയാണ് അല്ലേ? ന ചെയ്ത്, ന ചെയ്ത്, ഭക്തി ന ചെയ്ത് എന്നാണ്. അപ്പോൾ പറയണു, സർവപാപങ്ങളെയും നശിപ്പിച്ച് അജ്ഞാനത്തെ സംഹരിക്കുന്ന കീർത്തിയോടുകൂടിയ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിവാൻ കഴിയാത്ത ശ്രീ ഭഗവാൻ. അധോക്ഷജൻ, അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിവാൻ കഴിയാത്ത ശ്രീ ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ ഇവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും തപസ്, ശാസ്ത്രപാഠം ഇവ കൊണ്ടും എന്ത് കിട്ടും? ഭക്തിയില്ലെങ്കിൽ മുക്തിയില്ല. അപ്പോൾ ഭക്തി ഉണ്ടാവണമെങ്കിൽ ശാസ്ത്രപരിചയം വേണം. അപ്പോൾ മോക്ഷോറപ്പായി. എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന ഉത്തമകീർത്തിയോടുകൂടിയ അധോക്ഷജനിൽ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തവനിൽ എന്നർത്ഥം. അധോക്ഷജൻ എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന ഉത്തമകീർത്തിയോടുകൂടിയ അധോക്ഷജനിൽ ഭക്തിയില്ലാതെ വന്നാൽ വർണ്ണാശ്രമാദികളെ അനുഷ്ഠിച്ചതുകൊണ്ട് ഫലമെന്ത്? ദാനങ്ങളാൽ പ്രയോജനമെന്ത്? തപസ്സുകൊണ്ടും ശാസ്ത്രാഭ്യാസങ്ങൾ കൊണ്ടും ഫലമെന്ത്? ഇനി 55-ാമത്തെ ശ്ലോകം.
ലീലാം വർണ്ണയതോ അമുഷ്യ ഈശ്വരസ്യാനുമോദിത ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാ ആത്മാനമുഹ്യതി. ലീലാം വർണ്ണയതോ അമുഷ്യ ഈശ്വരസ്യാനുമോദിത മോദിതു ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാ ആത്മാനമുഹ്യതി. ഈ ഈശ്വരൻ്റെ അവതാര ക്രീഡയെ വർണ്ണിക്കുന്നവൻ്റെയും അനുമോദിക്കുന്നവൻ്റെയും അനുകരിക്കുന്നവൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല. നോട്ട് എന്താണെന്ന് പറയുക, അനുകരിക്കുക, അനുകരണം പാടില്ല. ശ്രദ്ധയാ നിത്യം ശൃണ്വത, ശ്രദ്ധയോടുകൂടെ ദിവസേന കേൾക്കുന്നവൻ്റെയും അന്ധകരണം മായ കൊണ്ട് മോഹിക്കയില്ല. മായ ഉണ്ട്, പക്ഷേ മോഹിപ്പിക്കാൻ പറ്റില്ല. ഈ ഈശ്വരൻ്റെ ലീലയെ എപ്പോഴും ശ്രദ്ധയോടെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിൻ്റെ മനസ്സ് മായയാൽ മോഹത്തെ പ്രാപിക്കുകയില്ല. അതാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൊരു വഴി. അതായത് എന്തേ വേണ്ടു, മായയെ നിരാശിക്കാനുള്ള ഊർജം ഭഗവാനെ അങ്ങ് എനിക്ക് തന്നാലും. ദാസോഹം തവ കേശവ എന്നുള്ളതിന് പകരം ഭാഗവത ഭക്തദാസൻ എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നെ വിളിക്കുക. കാരണം ആ പ്രമാണത്തിൽ ഭക്തി ശ്രദ്ധ ദിവസേന വയ്ക്കലാണ് എൻ്റെ ഉദ്ദേശം. മനസ്സിലായില്ലേ? ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മനന നിരൂപണ പ്രകരണേ പ്രാഗട്യ നിരൂപണം നാമ സപ്തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന.